ഒരവധി ദിവസമാകുമ്പോൾ നമുക്കൊരു 10 യൂറോയ്ക്ക് ഒരു ബിരിയാണി കഴിച്ച കഥ കേൾക്കാം. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ട് ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ. ഇന്ന് വലിയ പ്രത്യേകിച്ച് നമുക്ക് വലിയ പരിപാടികളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ വെളിയിൽ നല്ല അന്തസ്സായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. കാര്യം ഞാൻ ആദ്യം ഒരു 10 യൂറോ കാണിച്ചില്ലേ, അതിനുള്ള ബിരിയാണി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം താഴെ നമ്മുടെ ഡെലിവറി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് പോയിട്ട് അവിടെ താഴെ പോയി വാങ്ങിക്കണം. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഒരു ഫ്രണ്ട് വശം എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലും ഞാൻ ചില സമയത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. ഇതിന്റെ പുറകിലായിട്ട് നിൽക്കുന്ന ഇതുണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ വേലിക്ക് വെക്കുന്ന കൊങ്ങിണി എന്ന് പറയും, കൊങ്ങിണിപ്പൂ എന്ന് പറയും. ഈ കൊങ്ങിണിപ്പൂവാണ് ഇവിടെ കാണുന്ന ഈ പൂക്കൾ മുഴുവൻ ഈ കൊങ്ങിണിപ്പൂക്കളാണ്. നല്ല രസമാണ്. നമ്മൾ ഈ അത്തപ്പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ ഓർക്കുന്നു. ദേ ഇവിടെയാണ് കേട്ടോ ആ ആൾ വന്നിരിക്കുന്നത്. ആ കാറ് പോകുന്നുണ്ട്, അതിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഡെലിവറി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ബിരിയാണി എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയിട്ട് കഴിക്കാം. തൊട്ട് മേഘങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് നല്ല അന്തസ്സായിട്ട്. അപ്പൊ നമുക്ക് നേരെ അകത്തേക്ക് പോയിട്ട് നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. നമ്മുടെ പേരൊക്കെ എഴുതിയ നമ്മുടെ ബിരിയാണി നമുക്ക് കയ്യിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബിരിയാണി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് എണീറ്റ പാടെയുള്ള കോലമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇത് നമ്മുടെ പാക്കറ്റ് നമ്മൾ തുറന്നിട്ടുണ്ട്. അത് നല്ലൊരു കവറിനകത്തൊക്കെ ഉണ്ടോ വരുന്നത്. ഇതുണ്ടോ, ഇത് നമ്മുടെ തൈരാണ്. തൈരല്ലാതെ തന്നെ നമുക്ക് ഇച്ചിരി സവോള, ഒരു ചെറിയ നാരങ്ങയുടെ ഒരു ചെറിയ കട്ട് പീസും കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള ഐറ്റമാണ് മെയിൻ. നമ്മുടെ നാട്ടിലെ ഈ സാമ്പാർ പോലെ ഒരു ഐറ്റമാണ്. സാമ്പാറോ രസമോ എന്തൊക്കെയോ ഒരു ഐറ്റമാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കറക്റ്റായിട്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുണ്ടോ, ഇത് ഈ അകത്ത് വരുന്ന ഈ ഒരു ടിഷ്യൂ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സ്പൂൺ വരുന്നുണ്ട്. നമുക്ക് കോരി 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 കഴിക്കാം കേട്ടോ. അപ്പൊ അത്രയും സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്കതെല്ലാം മാറ്റി ഒരു ഏരിയയിലേക്ക് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ബിരിയാണി നമുക്ക് എടുക്കാം. ഇതിങ്ങനെ ഒരു ഇതിനകത്താണ് വരുന്നത് കേട്ടോ. ഒരു ഫോയിൽ പേപ്പർ പോലൊരു സംഭവത്തിനകത്താണ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇടുന്ന പോലെയൊക്കെ തന്നെ. നമ്മുടെ നാട്ടിലും ഇങ്ങനെ ടേക്ക് അവേ ഇങ്ങനെയാണല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾ അതിനകത്ത് നമ്മുടെ ലിഡൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബിരിയാണി കേട്ടോ. ഇതൊരു ഹൈദരാബാദ് ടച്ച് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ ബിരിയാണി പോലെ ഒരു ബിരിയാണി അല്ല. ഇതൊരു ഹൈദരാബാദ് ടച്ച് ഉള്ള ഒരു ബിരിയാണിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒഴിച്ചിട്ട് കഴിക്കാം. ഇതാ നമ്മുടെ തൈര്, ലേശം നമ്മൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സവളയുണ്ട്. പിന്നെ ചെറിയൊരു നാരങ്ങയുടെ കട്ട് പീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ നാരങ്ങ എന്തിനാ ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാലേ, നമ്മൾ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിയുമ്പോഴത്തേന് അതിന്റെ ആ ഒരു അസിഡിറ്റി മൂലം നല്ല രസമാണ്. അത് ഈ ചിക്കനും ഇപ്പൊ നല്ലൊരു ഇത് കിട്ടും, നല്ല ടേസ്റ്റ് കിട്ടും. ഓക്കെ, ഞാൻ രസമാണോ സാമ്പാറാണോ എന്ന് അറിയത്തില്ലാത്ത ആ സംഭവം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. സാമ്പാറിന്റെ എന്തോ ഇതാണ് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ നമുക്ക് പെയ്യെ ഇരുന്നിട്ട് ഇത് കഴിക്കാം കേട്ടോ. നല്ല അന്തസ്സായിട്ടുള്ള ബിരിയാണി. കാര്യം ഞാൻ നല്ല വിശന്നിരിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ആ ബിരിയാണി മുഴുവൻ ഒറ്റയടിക്ക് തന്നെ കഴിച്ച് 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 തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിതാ വീടിന്റെ പുറത്തേക്കൊന്ന് ചുമ്മാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നാരങ്ങയാണ് കേട്ടോ. നാരങ്ങ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിറച്ചിങ്ങനെ ഇടുന്നു. കാര്യം ഇനി സമ്മർ ആവുകയാണല്ലോ. നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എവിടെയൊക്കെ പോയി കുറച്ച് നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മൊത്തം കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ എന്തുപോയാലും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ഫൺ മെയ്ഡ് വേ.